ഇതാണ് കുത്തുറാത്തീവ്. ഇതിനെ കുത്തുറാത്തീവ് എന്നല്ല പറയുന്നത്, ചൊറിച്ചിൽ റാത്തീവ് എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുകയാണ്, കത്തിയും വാളൊക്കെ നമ്മൾ കൊണ്ടില്ല, റാത്തീവ് അവര് ചെല്ലട്ടെ, കുത്തൊക്കെ നമ്മൾ നടത്താം, സ്വീകാര്യാണ്. ഷെയ്ഖ് ഹാദിറാകുന്നാണല്ലോ പറയണത്. പണ്ട് ഞാൻ സുന്നിയായിരുന്ന ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക, സുന്നികളെന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ ഞാനായിരുന്നു. അന്ന് കുത്തുബിയത്ത് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, കുഫ്രിയത്ത്. ഈ കുത്തുബിയത്ത് ചെയ്യുമ്പോ കടപ്പുറം ഏരിയകളിലൊക്കെ ഇത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഷെയ്ഖ് നിർബന്ധമായും ഹാദിറായിരിക്കും. മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഹാദിറായില്ല എങ്കിൽ കുത്തുബിയത്ത് സഹിയായിട്ടില്ല, അതാണ് ഹുക്മ്. അപ്പൊ ഷെയ്ഖ് ഹാദിറായോ ഇല്ലയോ എന്നറിയാൻ ഒരു പേപ്പറിൽ അരിപ്പൊടി വിതറി, ഈ അരിപ്പൊടി വിതറിയിട്ടാണ് റാത്തീബ് നടത്തുന്നത്, ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് ഖുത്ബിയത്ത് നടത്തുന്നത്. അപ്പോ ഖുത്ബിയത്തിന്റെ നേതൃത്വം മഹല്ല് ഖത്തീബിനായിരിക്കുമല്ലോ. ഷെയ്ഖ് ഹാദിറായില്ലെങ്കിൽ നാണക്കേടാർക്ക? ഖത്തീബിനാണ്. സാധു നല്ല മൂവായി കഴിയുമ്പോ പതുക്കെ രണ്ട് കാല് അതിന്റെ നടുത്തളത്തിൽ കൊണ്ടുവച്ചിട്ടൊന്ന് അമർത്തിയിട്ട് എന്നിട്ട് മാറിയിരിക്കും. അങ്ങനെ ലേറ്റിട്ടൊക്കെ നോക്കുമ്പോ കാണാം രണ്ട് കാൽപ്പാടുകൾ. ഷെയ്ഖ് ഹാദിറായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വികല വിശ്വാസം വെച്ചു പുലർത്തിയിരിക്കുക. നിങ്ങൾ കണ്ടില്ലേ ആ ചുരണ്ടണ രംഗം? ബാർബർ ഷാപ്പിൽ പോയിട്ട് ചുരണ്ടണ പോലെ കുത്തണ കണ്ട ഇപ്പൊ കുത്തുന്നു തോന്നുന്നു. ധൈര്യമുണ്ടോ അലവിക്ക് പങ്കെടുക്കാൻ? ഞാൻ കുത്താം, നിങ്ങൾ ചിന്തിച്ചു. ധൈര്യമുണ്ടോ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ മുസ്ലിയാർക്ക് ചെയ്യാൻ? അത് കണ്ടാ തോന്നും കൊടല് കുത്തി കൊടലുമാല പുറത്തു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. പണ്ടൊരു സ്ഥലത്ത് ഇതേപോലെ കുത്തുറാത്തീവ് നടത്തിയിട്ട് ഒരാള് ആ ആഞ്ഞുള്ള കുത്തലെ ഒലേശൊന്ന് പഴച്ചു, കത്തി അങ്ങോട്ട് പള്ളേക്കൂടെ അങ്ങോട്ട് കയറി. ഇവരുടെ വിശ്വാസം അനുസരിച്ച് കത്തി പള്ളേക്കൂടെ കയറിയാല് ഷെയ്ഖ് വന്ന് മുറി കൂട്ടിക്കൊടുക്കുന്ന അവരുടെ വിശ്വാസം. കൊടൽമാല പുറത്തേക്ക് വന്നു, പള്ളയടുക്കി കൊടൽമാല പുറത്തേക്ക് വന്നു. അപ്പോ വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോ മുരീദ് പറയാണ്, ഷെയ്ഖ് പറഞ്ഞ കോലൊന്നും കാണില്ല, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. ആ കോല ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം. ഈ പാരമ്പര്യമാണ്, ഈ പാരമ്പര്യം വെച്ച് പുലർത്തുന്ന ഇവിടെയുള്ള മുസ്ലിയാരാണ് സംശുദ്ധമായ തൗഹീദിന്റെ ആശയം വെച്ച് പുലർത്തുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിന് വെല്ലുവിളിച്ചത്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തേ, ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടി? ഇത് കിട്ടിയത് നിങ്ങളുടെ ഉസ്താദിൽ നിന്നാണോ? ആ ഉസ്താദിന് എവിടുന്ന് കിട്ടി?
ആ ഉസ്താദിന് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ സഹാബികളുടെ ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമം സഹാബത്തിന്റെയോ അതല്ലെങ്കിൽ മക്ക മദീന വാസികളുടെയോ മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അതല്ല എങ്കിൽ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു, അള്ളാന്റെ പ്രവാചകൻ സഹായിക്കാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് സഹാബികൾ ആരെങ്കിലും ഈ കോലം കാണിച്ചിട്ടുണ്ടോ? സഹാബികളുടെ കാലഘട്ടത്തിന് ശേഷം സഹാബികൾ അസ്ഹാബുൽ ബദരീങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് താബിഉകൾ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? താബിഉകൾക്ക് ശേഷം തബഉ താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? സലഫുസ് സാലിഹീങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തിനേറെ ഇവരംഗീകരിക്കുന്ന മദ്ഹബിന്റെ ഇമാമികൾ ആരെങ്കിലും ഇവർക്ക് ഈ വിഷയത്തിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? ഒരംഗീകാരവുമില്ലാത്ത ഒരു പാരമ്പര്യവും ഇസ്ലാമിന്റെ പ്രമാണവുമായി ബന്ധമുള്ള ഒരു പാരമ്പര്യവുമില്ലാത്ത ഇവർക്ക് ഇത് എവിടുന്ന് കിട്ടിയെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവർക്ക് കിട്ടിയ കേന്ദ്രം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ പ്രവാചകന്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും കാലഘട്ടത്തിനൊടുവിൽ ഇവിടെ രൂപം കൊണ്ട ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. മുഹറം മാസം 9ഉം 10നും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കുമെല്ലാം പോയാൽ തെരുവായ തെരുവുകൾ തോറും മാരകായുധങ്ങൾ കൊണ്ട് സ്വന്തം ശരീരത്തെ വെട്ടിമുറിവാക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ആ വിഭാഗം ആളുകൾ ചെയ്യുന്ന ഒരു പാരമ്പര്യം, ആ പാരമ്പര്യ സ്വഭാവവും ഇവര് ചെയ്ത സ്വഭാവവും നിങ്ങൾ പരസ്പരം ഒന്ന് തുലനം ചെയ്ത് കണ്ടു നോക്കൂ. അവരെക്കാളും കുറച്ചും കൂടെ ആത്മാർത്ഥതയുണ്ട് ഇവർക്ക് വെട്ടണ കാര്യത്തിൽ. ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. മുമ്പ് കണ്ട ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാ? നിങ്ങൾ കേട്ടില്ലേ? കോയാ പാപ്പ വലിയുള്ള മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഇഫാഇ റളിയല്ലാഹു, അങ്ങനെയാണല്ലോ കണ്ടത്. റിഫായി ഷെയ്ഖിനെ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ, കോയാ പാപ്പാനെ, മുട്ടിച്ചിറ പാപ്പാനെ വിളിച്ചാണ് ഇവര് പ്രാർത്ഥിക്കുന്നത്. ലബനാനിലുള്ള ഷിയാക്കളുടെ മുഹറം 10നുള്ള ഒരു ആചാര നടപടിയാണ് നിങ്ങൾ കണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഇവരുടെ പാരമ്പര്യം എവിടെയാണ്? ഞാൻ ഇനി വിനയത്തോടുകൂടി പറയുകയാണ്, പ്രിയപ്പെട്ട അലവി, ഈ മുമ്പ് കണ്ട സംഗതികളുടെ പാരമ്പര്യം ഇനി വെളിപ്പെടുത്തിയിട്ട് മാത്രം മതി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കാൻ. ഇനി പാരമ്പര്യം ചോദിച്ചുകൊണ്ട് മേലിൽ ഇവിടെ വന്ന് പ്രസംഗിക്കരുത്. കാരണം എന്താ? ഈ പാരമ്പര്യം എന്താണെന്ന് ഈ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കേണ്ട ബാധ്യത അലവി നിങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർക്കുണ്ട്. പിന്നെ ഇവിടെ വന്ന് വിളമ്പിപ്പോയ മറ്റൊരു കാര്യമാണ് ഖുതുബ. ഖുതുബയുടെ ഭാഷയെക്കുറിച്ച്.
ഖുതുബ മലയാളത്തിൽ ആരും നിർവഹിച്ചിട്ടില്ല എന്നാണ് അലവിയുടെ ഭാഷ. ഖുതുബ മലയാളത്തിൽ ആരും നിർവഹിച്ചിട്ടില്ല എന്ന് ആധികാരികമായി പറയണമെങ്കിൽ 1947 മുമ്പുള്ള കേരള മുസ്ലിമീങ്ങളുടെ ജുമുഅ ഖുതുബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധികാരികമായ രേഖകളൊന്ന് പരിശോധിച്ചു നോക്കൂ. മീഞ്ചന്റെ പ്രമേയത്തോടു കൂടിയല്ലേ ഖുതുബയുടെ ഭാഷയ്ക്ക് മാറ്റം വരുത്തിയത്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയുള്ള സുന്നി സുഹൃത്തുക്കളോട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ പറയുകയാണ്, ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും അല്ലാഹുവിന്റെ ദീനിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ മാതൃഭാഷയിലാണ് ഖുതുബ നടത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനവും മാതൃഭാഷയിൽ തന്നെയാണ് ഖുതുബ നടത്തുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മാതൃഭാഷയിൽ ഖുതുബ നടത്തി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭാഷ പ്രവാചകന് വശമില്ലായിരുന്നു. മാത്രം അല്ല, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ ആചാര വിശ്വാസങ്ങളുടെ ഭാഗത്തിൽപ്പെട്ടതാണല്ലോ റമദാൻ മാസത്തിനൊടുവിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമ്പ്രദായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് കൊടുത്തിരുന്നത് ഏതാണ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിലെ സുലഭമായി കിട്ടുന്ന ധാന്യമായിരുന്നു. ചോളമോ ബാർലിയോ മറ്റോ ആയിരുന്നു. എന്നാൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് കൊടുത്തത് ഗോതമ്പാണ്, ചോളമാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഗോതമ്പും ചോളവും ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാടിന് ആവശ്യമായത് ചെയ്തതുപോലെ നാം നമ്മുടെ നാടിന് ആവശ്യമായത് ചെയ്യുന്നു എന്നുള്ളതാണ് ഖുതുബയുടെ മാതൃഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതിന്റെ വിശദീകരണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ കരുതി വെച്ചിട്ട് ഞാനൊക്കെ മുമ്പ് അങ്ങനെ കരുതിയിരുന്നു, ഖുതുബ മാതൃഭാഷയിൽ നിർവഹിക്കുന്നതിന് പ്രമാണങ്ങളിൽ ഒരു തെളിവും ഇല്ല എന്ന് കരുതിയിരുന്ന ആളാണ് ഞാൻ. ഞാന് പ്രമാണങ്ങൾ എന്ന് പരതി നോക്കി. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രമാണങ്ങളുമായി പരതിയപ്പോൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഷെയ്ഖ് അൽബാനിയുടെയോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയോ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെയോ ഗ്രന്ഥങ്ങൾ ഒന്നും അല്ല. ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഇവിടെയുള്ള സുന്നികളെന്ന് പറയപ്പെടുന്ന ആളുകൾ അവർ വിശ്വസിക്കുന്ന, അവർ തഖ്ലീദ് ചെയ്യുന്ന മദ്ഹബിന്റെ പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണിയാണ് ഞാൻ വായിക്കുന്നത്. ഒന്ന് വ്യക്തമായി മനസ്സിൽ കുറിച്ചു വെക്കുക. ഒന്നാമത്തെ ഗ്രന്ഥം കിതാബുൽ ഫിഖ്ഹി അലൽ മദ്ഹബിൽ അർബഅ, 4 മദ്ഹബിനെ കുറിച്ചുള്ള ഫിഖ്ഹിന്റെ ഗ്രന്ഥമാണ്. ഈ കിതാബില് കിതാബു സലാത്ത് എന്ന ഭാഗത്ത് ഒരു ബാബുണ്ട്. ശുറൂത്തു ഖുതുബത്തൈ സ്വലാത്തി ഹൽ യുസ്തർതു അൻ തകൂന ബിൽ അറബിയ്യത്തി വഹൽ തുസ്തർതു അൻ നിയ്യത്തു. ഖുതുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദാഹിബുൽ അർബഅ അബ്ദുറഹ്മാനുൽ ജുസൈരിയുടെ ഗ്രന്ഥമാണ്. അദ്ദേഹം പറയുകയാണ്, രണ്ട് ഖുതുബ അറബി ഭാഷയിൽ ആകൽ ഷർത്തുണ്ടോ, അതേപോലെ നിയ്യത്ത് ഖുതുബയ്ക്ക് ഷർത്തുണ്ടോ എന്നതിനെ കുറിച്ചുള്ളതായ വിശദീകരണം ആണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അൽ ഹനഫിയ്യത്ത്, ഹനഫി പണ്ഡിതന്മാർ ഖാലു, അവര് പറയുന്നു, തജൂസുൽ ഖുതുബത്തു ബിഗൈരിൽ അറബിയ്യത്തി, ഖുതുബ അറബി ഭാഷയിൽ അല്ലാതെ നിർവഹിക്കൽ ജായിസാണ്, അനുവദനീയമാണ്. എപ്പോൾ? വലൗലി ഖാദിൻ അലൈഹ, അറബി ഭാഷയിൽ നിർവഹിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ പോലും ഖത്തീബിന് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കൽ അനുവദനീയമാണ്. സവാഉൻ കാനൽ ഖൗമു, മുമ്പിലിരിക്കുന്ന ശ്രോതാക്കൾ, ഓഡിയൻസ് അറബികളാകട്ടെ, ഔ ഗൈറഹും, അല്ലെങ്കിൽ അനറബികളാകട്ടെ, അറബിയായാലും അനറബിയായാലും അറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ ഖത്തീബിന് കഴിയുമെങ്കിലും അനറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കൽ ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് അംഗീകരിക്കുന്ന അവരുടെ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അത് പറയുമ്പോ
ഇവിടെ മുസ്ലിയാക്കന്മാര് പറയും അതിനാർക്കാ ഹനഫി മദ്ഹബ്? ഞങ്ങളൊക്കെ ശാഫിയാക്കളല്ലേ, ഞങ്ങൾ ഹനഫി മദ്ഹബ് സ്വീകരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ. വല്ലപ്പോഴും ഹജ്ജിന് പോകുമ്പോ പെണ്ണുങ്ങളെ തൊട്ട ഓത് മുറിയാതിരിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോ മദ്ഹബൊന്ന് മാറാന്നല്ലാതെ കണ്ട് ജീവിതകാലം മുഴുവനും ഞങ്ങൾ ശാഫികളല്ലേ എന്ന് പറയുന്നവർക്കും ഈ കിതാബിൽ മറുപടിയുണ്ട്. ഈ കിതാബിൽ അദ്ദേഹം പറയുകയാണ്, അശ്ശാഫിയ്യത്തു, ശാഫി പണ്ഡിതന്മാർ, ഖാലു, അവർ പറയുന്നു, യുസ്തർതു അൻ തകൂന അർക്കാനൽ ഖുത്ബത്തൈനി ബിൽ ലുഗത്തിൽ അറബിയ്യ, ഖുത്ബയുടെ ഫർളുകൾ, റുക്നുകൾ അറബി ഭാഷയിലാകൽ ശർത്താക്കപ്പെട്ടിരിക്കുന്നു. വലാ യക്ഫി ഗൈറൽ അറബിയ്യത്തി മത്താ അംകന തഅല്ലുമുഹാ, അറബി ഭാഷ പഠിക്കൽ സൗകര്യമുള്ളപ്പോൾ അനറബി ഭാഷയിൽ അർക്കാനുകൾ നിർവഹിക്കൽ അനുവദനീയമല്ല, പറ്റുകയില്ല. എപ്പോൾ ഫഇല്ലം യുംകിൻ, അറബി ഭാഷ പഠിക്കാൻ സൗകര്യമില്ലാത്തപ്പോൾ ഖത്തബ ബിഗൈരിഹാ, അനറബി ഭാഷയിൽ ഖുത്ബ നടത്താം. ഈ നിയമം ആർക്കാണെന്ന് പറഞ്ഞതിന്റെ ആശയം ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് അറബി ഭാഷ പഠിക്കാൻ സൗകര്യമുണ്ടായിരിക്കെ ഒരാൾ അറബി ഭാഷ പഠിച്ച് ഖുത്ബയുടെ ഫർളുകൾ, റുക്നുകൾ അറബിയിൽ നടത്തലാണ് ശർത്ത്. അറബി ഭാഷ പഠിക്കാൻ സൗകര്യമില്ല എങ്കിൽ അനറബി ഭാഷയിലും നടത്താം. ഇത് ആർക്കാണ് ഈ നിയമം? അദ്ദേഹം പറയുന്നു, ഇദാ കാനൽ ഖൗമു അറബൻ, കൗമ് അറബികളാണെങ്കിൽ, കൗമെന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾ അറബികളാണ് എങ്കിൽ അറബി ഭാഷ പഠിച്ചിട്ട് അറബിയിൽ ഖുത്ബ നടത്തുക, പഠിക്കാൻ സൗകര്യമില്ലെങ്കിൽ അനറബി ഭാഷയിലും ഖുത്ബ നടത്താം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അമ്മ ഇൻകാനോ കൗമ് അജമൻ, അജമികളാണെങ്കിൽ, ശ്രോതാക്കൾ അജമികൾ എന്ന് പറഞ്ഞാൽ അനറബികളാണ് എങ്കിൽ ഫഇന്നഹു ലാ യുസ്തർതു അദാ അർകാനിഹിമാ ബിൽ അറബിയ്യത്തി മുത്ലഖാ, ഖുത്ബയുടെ റുക്നുകൾ അറബിയിൽ തന്നെ നിർവഹിക്കൽ ശർത്താക്കപ്പെട്ടിട്ടില്ല. വലൗ അംകനഹു തഅല്ലമുഹാ മാ അദാ, അറബി അല്ലാത്ത അറബി ഭാഷ പഠിക്കൽ അവനക്ക് സൗകര്യപ്പെട്ടാൽ തന്നെയും, അവനക്ക് അറബി ഭാഷ പഠിക്കൽ സൗകര്യപ്പെട്ടാൽ തന്നെയും അവൻ എന്ത് ചെയ്യരുത്? അവൻ അറബിയിൽ റുക്നുകൾ പറയേണ്ട ഷർത്തില്ല, റുക്നുകൾ അറബി അല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ മതി. ഇത് മദാഹിബുൽ അർബഅ, 4 മദ്ഹബുകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഇതിന്റെ ഈ ഗ്രന്ഥത്തിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ ജുസൈരി അദ്ദേഹം പറഞ്ഞതാണ്. ഇനി അതിന്റെ കുറച്ചുകൂടെ ഒരു വിശദീകരണം തരാം നിങ്ങൾക്ക്. മാതൃഭാഷയിൽ ആരും ഖുത്ബ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു പോയ മുസ്ലിയാരെ, നിങ്ങളുടെ ഖുത്ബഖാനയിലെ ഈ മദാഹിബുൽ അർബഇല്ലേ, 4 മദ്ഹബുകളെ കുറിച്ചുള്ള ഗ്രന്ഥമില്ലേ? ഒന്ന് പരിധി നോക്ക് മുസ്ലിയാരെ, ഇതുണ്ടതില്. പക്ഷേ നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്താന്ന് വെച്ചാല് ഇവര് ഖുത്ബ മാതൃഭാഷയിലാക്കല്ലേ അല്ലാഹ് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം എന്താന്ന് വെച്ചാല് ഇവർ ഈ ശിർക്കും ബിദ്അത്തും ഒക്കെ ഖുത്ബയിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൂലേ? ഈ ജനങ്ങൾ ഇനിയും വഴിവിടക്കൂലേ? അതുകൊണ്ട് ഇപ്പോഴും ദ്വാരക്കാരാണ്. ഇവർക്ക് തൗഹീദ് വേണ്ടതുപോലെ ഉൾക്കൊണ്ടതിന് ശേഷം ഇവര് മാതൃഭാഷയിൽ നടത്തിയാൽ മതി എന്നുള്ള വാദക്കാരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബദായിഉസ് സനാഇ എന്നൊരു ഗ്രന്ഥമുണ്ട്. ഈ ബദായിഉസ് സനാഇന്റെ മുസന്നിഫ് അൽ ഇമാം അലാഉദ്ദീൻ അബീബക്കർ സുഊദിൽ കാസാനിയാണ്. അലവി അടക്കൊക്കെ പറയാറുള്ള ഒരു ഇമാമാണ് കാസാനി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാറുണ്ടാവും അലവിയുടെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അലവി അല്ലാത്തവരൊന്നും കിതാബിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല എന്നാണ് അലവിയുടെ വിചാരം. അലവിക്ക് മാത്രമേ തുഹ്ഫ എന്നുള്ളത് തുഹ്ഫി എന്ന് വായിക്കാൻ അറിയാവൂ, ബാക്കി ആർക്കും അത് വായിക്കാൻ അറിയില്ല എന്നാണ് അലവിയുടെ വിശ്വാസം. അലവിയുടെയൊക്കെ പൊട്ടത്തരങ്ങൾ കേട്ടാല് സാധുക്കളായ മനുഷ്യന്മാർ വിചാരിക്കുന്നു, ഓ ഇയാള് വല്ലാത്ത ആലിമ തന്നെയാട്ടാ, APJ ഹുക്കൂർ വിചാരി കഴിഞ്ഞാല് പിന്നെ ഈ മഹാനായിരിക്കും മഹാപണ്ഡിതൻ, ഇങ്ങനെയൊക്കെ വിചാരിക്കും. അലവീനെ കുറിച്ച് നമുക്കിപ്പോ സമയം വൈകിയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അലവീനെ കുറിച്ച് മുമ്പ് പറഞ്ഞ അസ്സൻ സഖാഫിനെ പറഞ്ഞിട്ടുണ്ട്. അലവി തുഹ്ഫ എന്ന് വായിക്കുന്നിടത്ത് തുഹ്ഫി എന്ന് വായിച്ചതിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണമുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പോ ഈ അലവി എപ്പോഴും എടുത്തു പിടിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കാസാനിയുടെ ഗ്രന്ഥം. ബദായിഉസ് സനാഇ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്.
ഈ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം നമസ്കാരത്തിൽ സൂറത്തുകൾ ഖുർആന്റെ ഭാഗം ഓതുമ്പോൾ അതിന് പകരമായി തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഭാഗം ഓതിയാൽ മതിയോ അല്ലയോ എന്നതിനെ കുറിച്ചാണ് ചർച്ച. ആ ചർച്ചയുടെ ഒടുവില് കാസാനി പറയുകയാണ്, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പറയുകയാണ്, വഅലാ ഹാദൽ ഖിലാഫി, ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ മേൽ ഇദാ തശഹദ, ഒരാൾ തശഹുദ് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു, ഔ ഖതബ, അല്ലെങ്കിൽ അയാൾ ഖുത്ബ നടത്തി. എപ്പോൾ? യൗമൽ ജുമുഅത്തി, ജുമുഅ ദിവസം ഒരാൾ ഖുത്ബ നടത്തി. ബിൽ ഫാരിസിയത്തി, ഫാരിസി ഭാഷയിൽ, പേർഷ്യൻ ഭാഷയിലെ. വലൗ അമ്മന, ഒരാൾ ആമീൻ പറഞ്ഞു. ബിൽ ഫാരിസിയത്തി, പേർഷ്യൻ ഭാഷയിലെ. വലൗ സമ്മ ഇന്ദ ദഹബി ബിൽ ഫാരിസിയത്തി, അറക്കുന്ന സന്ദർഭത്തില് അല്ലാഹുവിന്റെ നാമം പേർഷ്യൻ ഭാഷയിൽ പറഞ്ഞു. ഔ ലബ്ബ, അല്ലെങ്കിൽ തൽബിയത്ത് ചൊല്ലി. എന്തൽ ഇഹ്റാമി, ഇഹ്റാമിന്റെ സമയത്ത്, ഹജ്ജിന് ഇഹ്റാം കെട്ടുന്ന സന്ദർഭത്തില് തൽബിയത്ത് ചൊല്ലി ബിൽ ഫാരിസിയത്തി, പേർഷ്യൻ ഭാഷയിലെ. അതല്ലെങ്കിൽ ഔ ബി അയ്യി ലിസാനിൻ കാന, ഏത് ഭാഷയിലാണെങ്കിലും യജൂസു, ആ ഖുത്ബയും തശഹ്ഹുദും ആമീൻ പറയലും തൽബിയത്ത് ചൊല്ലലും ജായിസാണ്. ബിൽ ഇജ്മാ, ഇജ്മാ അനുസരിച്ച്. ഇജ്മാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം അനുസരിച്ച് ജായിസാണ്. ഇത് ഇമാം കാസാനി തന്റെ ബദാഇഉസ് സനാഇൽ 1-ാം വാള്യം 299-ാമത്തെ പേജിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി പറയരുത് അറബി അല്ലാത്ത ഭാഷയിൽ, മാതൃഭാഷയിൽ ആരും ഖുത്ബ നടത്തിയിട്ടില്ല എന്ന്. ആ പൊട്ടത്തരം അലവി മുസ്ലിയാരെ ഇനി ഈ നാട്ടിൽ വന്ന് പറയരുത് കേട്ടോ. കാരണം ഗ്രന്ഥങ്ങൾ, പ്രമാണങ്ങൾ, ഇവരുടെ ഇമാമിയങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് മാതൃഭാഷയിൽ, അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നിട്ടോ അതിനെ ഇവര് ഹറാമാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത് അലവി ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയ മൂന്നാമത്തെ വിഷയം, മുജാഹിദുകൾ ഇവിടെയുള്ള സുന്നികളെ കാഫിറും മുശ്രിക്കും ആക്കി എന്നുള്ളതാണ്. അതൊരു ഒറ്റപ്പെട്ട വാദമല്ല, അലവിയുടെ മാത്രം ഒരു ഒറ്റപ്പെട്ട വാദമല്ല. ഞാൻ മദ്രസയിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഒരു 10 വയസ്സിൽ താഴെ പ്രായമുള്ളൂ, ആ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അന്ന് അഭിവക്ത സമസ്തയാണ്, പിരിഞ്ഞിട്ടില്ല, കാശിന്റെ തർക്കം തുടങ്ങിയിട്ടില്ല. ആ സമസ്തയില് വിദ്യാഭ്യാസ ബോർഡിന്റെ അക്കായിദിൽ, അക്കീദകൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9-ാമത്തെ പേജിൽ സലാം പറയുന്നതിന്റെ മര്യാദകൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് എന്താ? എന്നാൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാരുമായി കണ്ടാൽ മിണ്ടരുത്, പെണ്ണ് കൊടുക്കരുത്, വിവാഹം കഴിക്കരുത്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽപ്പെട്ടതാണ്, അന്നേ പഠിപ്പിക്കുന്ന കാര്യമാണ്. പഴയ കാലം മുതൽ ഇവിടെ നിലവിലുള്ള ഒരു ആശയമാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമികളുമായി ബന്ധം പാടില്ല എന്ന്. അങ്ങനെയുള്ള സുന്നികൾ മുജാഹിദിന്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണമാണ് മുജാഹിദുകൾ ഇവിടെയുള്ള സുന്നികളെ കാഫിറാക്കി, മുബ്തദിയാക്കി, കാഫിറാക്കി, മുശ്രിക്കാക്കി എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ക്ലിപ്പുണ്ടല്ലോ, ഈ ക്ലിപ്പ് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാവുന്ന ആർക്കും ആ ക്ലിപ്പ് തലയും വാലും കട്ട് ചെയ്ത് ഒരു ഭാഗം പ്രദർശിപ്പിക്കാൻ അറിയാം. ഞാൻ ഈ പറയുന്ന ആശയത്തിന്റെ തലയും വാലും കട്ട് ചെയ്താൽ തലതിരിഞ്ഞ ആശയം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും ഏത് വിദഗ്ധനും. അങ്ങനെ ഒരു സർക്കസ് കളി, പഠിച്ചത് സർക്കസിലാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സർക്കസ് കളി എല്ലാ വേദികളിലും അലവി നടത്താറുണ്ട്. തലയും വാലും കട്ട് ചെയ്തിട്ട് മറ്റുള്ളവരെ കാഫിറാക്കണോ, സുന്നികളെ കാഫിറാക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലിപ്പ് പ്രദർശിപ്പിക്കാറുണ്ട്. എന്നാ പ്രിയമുള്ളവരെ, മുജാഹിദ് പ്രസ്ഥാനം മറ്റുള്ളവരെ കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്യുന്നു എന്ന് ആരോപിക്കുന്ന ഈ മുസ്ലിയാരുടെ പ്രസിദ്ധീകരണമാണ്, ആ മുസ്ലിയാർ വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണമാണ് റിസാല. ഈ റിസാലയിൽ
ഒരു ഭാഗം പറയുന്നുണ്ട്. മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ച് പ്രചരിപ്പിച്ചു വരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുമെല്ലാം കാഫിറിന്റെ ലിസ്റ്റിലായി പല പണ്ഡിതന്മാരും വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുൽ ഉലമയെ പോലെയുള്ള സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോ നമ്മളൊക്കെ ആരാ? കാഫിറാണ് അവരുടെ വാദമനുസരിച്ച്. ഇനി കേക്ക്, അവരുടെ ഒരു ഔദാര്യം മുബത്തദികളുമായി പെരുമാറേണ്ട നിലയിൽ പെരുമാറേണ്ടതില്ലെന്നതിൽ സംശയമില്ല. മുബത്തദികളുമായി പെരുമാറേണ്ട ചുരുക്കം ചില സംഗതികൾ താഴെ ചേർക്കാം. അവരുമായി കൂടി പെരുമാറാകാതിരിക്കുക, അവരുമായി കണ്ടുമുട്ടിയാൽ സലാം ചെല്ലാതിരിക്കുക, അവർ സലാം ചെല്ലിയാൽ മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക, അവരെ പിന്തുടർന്ന് നമസ്കരിക്കാതിരിക്കുക. തീരുമാനത്തിൽ ഒപ്പുവെച്ച ഹോജാമാരുടെ പേരൂടെ ഉണ്ട്. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ തരം താഴ്ത്തിക്കൊണ്ട് സമൂഹത്തിൽ കണ്ടാൽ മിണ്ടരുതെന്നും കാഫിറുകളോട് പെരുമാറുന്നത് പോലെ പെരുമാറണമെന്നുമുള്ള ആശയം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഇവിടെയുള്ള മുജാഹിദല്ല, സുന്നികളായ എന്ന് പറയപ്പെടുന്ന ബിദ്അത്ത് ചെയ്യുന്ന നിങ്ങൾ തന്നെയാണ്. എന്നിട്ടോ നമ്മൾ കാഫിറാക്കി എന്ന് പറയുന്ന ആളുകൾ, ആ കാഫിറാക്കി എന്ന് പറയുന്ന ആളുകൾ സ്വന്തം ഉസ്താദിനെ കാഫിറാക്കിയ സംഭവം നിങ്ങൾക്കറിയാം. സ്വന്തം ഉസ്താദ്, അതായത് ഇവിടെ AP വിഭാഗം സമസ്തയുടെ പ്രസിഡന്റ് നേതാവുണ്ടല്ലോ, ഉള്ള ആള് തങ്ങള്, ആ ഉള്ള ആള് തങ്ങള് CM പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഉസ്താദായ EK അബൂബക്കർ മുസ്ലിയാരെ കാഫിറാക്കുന്നു. പച്ച കാഫിറിന്റെ അർത്ഥം വരുന്ന പദം പ്രയോഗിക്കുന്നു. അതിനെക്കുറിച്ച് ചെറുശ്ശേരിയുടെ പ്രതികരണം, ഇപ്പോഴത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരിയുടെ പ്രതികരണം നിങ്ങളൊന്ന് കാണാം. ആദ്യം കൊടുക്കാൻ വേണ്ടി ഓലെല്ലാവരോടും വലിയൊരു യോഗം കൂടി മംഗലാപുരത്തെ ഭാഗത്ത്. അയാളെ ശിഷ്യന്മാർക്കൊക്കെ വീരം കൊടുത്ത് എല്ലാവരും പൈസ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ തങ്ങൾക്കൊരു കീജ് കൊടുക്കണം. എന്നിട്ട് മൂപ്പർക്കൊരു പേരിടുന്നുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ പാടെ കുട്ടികളോടൊക്കെ വലിയ പൈസ ഒക്കെ പിരിപ്പിച്ച് കീജൊക്കെ കൊണ്ടരിപ്പിച്ച് ആ സഭയിൽ വെച്ചിട്ട് താജുൽ ഉലമ എന്നൊരു പേരാണ്. മുമ്പ് കഴിഞ്ഞ മഹാന്മാർക്കൊന്നും അങ്ങനെ യോഗം കൂടിയാണ് അങ്ങനെ ഇല്ല, അങ്ങനെ ആയി വരണത്. ഇത് കിട്ടിയാടെ തന്നെ ഇയാള് പറഞ്ഞു ശംസുൽ ഉലമ കാഫിറാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനുണ്ട്. ഇയാൾക്ക് ഈ സ്ഥാനം കിട്ടിയ അപ്പൊ തന്നെ ശംസുൽ ഉലമ കാഫിറാണ് എന്നുള്ള CM പറഞ്ഞാണ്. കുരുത്തക്കേട് നല്ലാണ്. എന്താ കുരുത്തക്കേടിന്റെ കഥയാണ് പറയുന്നത്. കുരുത്തക്കേടിന്റെ കഥ ഒരുപാട് പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭത്തിൽ പറയാം. അപ്പൊ കേട്ടില്ലേ, ശംസുൽ ഉലമ കാഫിറാണെന്ന് CM പറഞ്ഞു പോലും. എപ്പോഴാ പറഞ്ഞത്? അതെപ്പോഴാണെന്ന് റിവായത്ത് ചെയ്യുന്നില്ല. ഉള്ളാളം തങ്ങളാണ് അത് പറയുന്നത്. ഉള്ളാളം തങ്ങളോട് ആര് പറഞ്ഞിട്ടുണ്ട്? CM പറഞ്ഞിട്ടുണ്ട് ശംസുൽ ഉലമ കാഫിറാണെന്ന്. അത് പ്രഖ്യാപിക്കണപ്പോഴാ? താജുൽ ഉലമ ഡിഗ്രി കിട്ടിയപ്പോഴാ. താജുൽ ഉലമ ഡിഗ്രി പ്രഖ്യാപിച്ചപ്പോഴാണ് ഉള്ള ആള് തങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇത് പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിച്ചതിന് ശേഷം അതിനെ കുത്തിയിരുന്നു കൊണ്ട് ന്യായീകരിക്കുന്ന അയാളുടെ ആ സംസാരം നിങ്ങളൊന്ന് കണ്ടുവെക്കും. എന്നെ സംബന്ധിച്ച് എന്തെല്ലാം പറഞ്ഞു നോക്കി. ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാഫിറാക്കി ഉസ്താദിനെ കാഫിറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല. കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലത്. എന്നിട്ടോ ഉള്ള ആൾക്കാരെന്തേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും കുയിങ്ങില്ല. നമ്മൾ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി. ഓരൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈക്കെ ഞാൻ കാഫിറാക്കണം. ഞാൻ പറഞ്ഞതെന്ന ഈ മടവൂരുണ്ട് അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാത് തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം വിളിക്കും.
സലാം വിളിക്കേണ്ട ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നിന്നോളൂ. ആ പറഞ്ഞ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം, അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടി ഉറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചെല്ലാരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി. സ്വന്തം ഉസ്താദിനെ കാഫറാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനെ കുത്തിയിരുന്ന് ന്യായീകരിക്കുക ചെയ്യുന്നത്. ആ ന്യായീകരിക്കുന്ന ഈ ഷെയ്ഖിനോട് ചോദിച്ചോ, എന്തിനാണ് നിങ്ങൾ സ്വന്തം ഉസ്താദിനെ കാഫറാക്കിയെന്ന്? അത് ചോദിക്കാതെ ഇതേപോലെ ഈ പാവങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് എങ്ങനെ അലവിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കാൻ ധൈര്യമുണ്ടായി? എന്നിട്ട് കാഫറാണെന്ന് പ്രഖ്യാപിച്ചു. സ്വന്തം ഉസ്താദിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ആര് പറഞ്ഞ്? അത് CM പറഞ്ഞു. CM പറഞ്ഞു EK കാഫറാണെന്ന് CM പറഞ്ഞു എന്ന്. ആ CM ആരാണ് എന്ന് EKയുടെ ആ പ്രസ്ഥാനത്തിൽപ്പെട്ട ആ പ്രാസംഗികൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കിടത്തിലല്ല. ലോകത്ത് ഇങ്ങനെ എണ്ണാവുന്ന ആളുകൾ, ഇങ്ങനെ കയ്യിന്റെ ഉള്ളിൽ എണ്ണാവുന്ന അസ്റാറിന്റെ മശായിഖന്മാരിൽ ഒരാൾ CM ആണ്. ആ CM ഓരോ ഷെയ്ഖും ഉസ്താദും ശംസുൽ ഉലമയാണ്. അപ്പോൾ ശംസുൽ ഉലമ ആരായിരിക്കും? 20-ാം നൂറ്റാണ്ട് കണ്ട ജീവിച്ചിരിക്കുന്ന ആളുകളെ വലിയതാക്കി പറയുകയല്ല. ഇതാരെങ്കിലും നടക്കുന്ന വണ്ടിയുടെ കാറിന്റെ ടയറിന്റെ വലിപ്പത്തരം റഹ്മത്തുള്ള പറയുകയല്ല. ആരെങ്കിലും കെട്ടിയിട്ടുള്ള വാച്ചിന്റെ ഘടികാരം മിന്നുന്നുണ്ട് എന്ന് കഥ പറയുകയല്ല. ആരെങ്കിലും പുറത്തും മുതുകിലും നെഞ്ചത്തും കൈകളിലും ഈ 2 മൊബൈൽ ഫോണുണ്ട് എന്ന് പറയുകയല്ല. ഇത് മരിച്ച മഹാന്മാരുടെ കഥ പറയുകയാ. അള്ളാഹുവിന്റെ ദീനിൽ മഹാന്മാർ ചെയ്ത തെർബിയത്തിന്റെ കഥ പറയുകയാ. 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട മഹാന്മാർ, ആ മഹാന്മാരിൽ ഒരാളാണ് CM വലിയുല്ലാഹി റഹിമഹുല്ലാഹ്. ആ മഹാനാണ് ഇവരുടെ ഉസ്താദിനെ കാഫറാക്കിയതെന്ന് ഉള്ളാളെന്ന് നിങ്ങൾ പറയണത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കൂട്ടരെ, മാനസിക വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യനാണ് ഈ CM എന്ന് പറഞ്ഞ സാധനം. സമനില കറക്റ്റില്ല. CMന്റെ ചരിത്രം ഇവിടെ നമ്മള് ബുക്ക് സ്റ്റാളുകളിലൊക്കെ പോയാൽ കിട്ടും. കറാമത്തിന്റെ ചരിത്രം, തുണിയില്ലാതെ നഗ്നനായിക്കൊണ്ട് നടന്ന ചരിത്രവും, അതേപോലെ തന്നെ എന്തൊക്കെയോ പുലഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന ചരിത്രങ്ങളൊക്കെ CMനെ കുറിച്ച് ഒരുപാട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഈ സാധനത്തിന് സമനില അത്ര കറക്റ്റല്ല എന്ന് മനസ്സിലാക്കി. ഇവരുടെ ഔലിയാക്കന്മാരുടെ കഥകളെടുത്ത് പരിശോധിച്ച് അങ്ങനെ ഒരുപാട് കാണാൻ കഴിയും. ഇവരുടെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തില് തെക്കൻ കേരളത്തിലുള്ള ഒരു ഔലിയാണ് ആലുവ അബൂബക്കർ മുസ്ലിയാർ. ഈ നാട്ടുകാർക്കൊക്കെ പരിചയം ഉണ്ടാകാം. ഈ ആലുവ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പട്ടണനടക്കാവ് ഏരിയയിലൊക്കെ എപ്പോഴും വരുമായിരുന്നു പോലും. അവിടെ ആരൊക്കെ സ്നേഹിതന്മാരുണ്ടായിരുന്നു. തെക്കൻ കേരളത്തിലെ പെരുമ്പാവൂരിന്റെയും ആലുവയുടെയും ഇടയിൽ മുടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മറവ് ചെയ്ത് കിടക്കുന്ന ആളാണ് ഈ ആലുവ അബൂബക്കർ മുസ്ലിയാർ. അവിടെ അറിയപ്പെടുന്നത് ഔലിയാപ്പാപ്പാണ്. അങ്ങനെ പട്ടണക്കാവിൽ ഒരു ദിവസം മൂപ്പര് ആലുവക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നപ്പോ ട്രെയിൻ വരുന്നത് കണ്ടപ്പോ മൂപ്പര് ട്രെയിനിന് കൈ കാണിച്ചു. നമ്മുടെ നാട്ടിൽ ഓടി വരുന്ന ട്രെയിനിന് കൈ കാണിക്കുന്നത് ആരാ? സമനില കറക്റ്റ് മനസ്സിലുള്ള ആരെങ്കിലും ഓടി വരുന്ന ട്രെയിനിന് കൈ കാണിക്കും. ഇങ്ങനെ ട്രെയിനിന് കൈ കാണിച്ചു. ട്രെയിൻ നിർത്തിയില്ല പോലും. കുറച്ച് നീങ്ങി ട്രെയിൻ നിന്നു. അങ്ങനെ നിന്നപ്പോൾ ഗാർഡും അതിന്റെ ഡ്രൈവറൊക്കെ ആലോചിച്ചു എന്ത് സംഭവിച്ചു എന്നറിയില്ല. അങ്ങനെ അവര് പറഞ്ഞു പോയി, ഒരു വയസ്സായ അവിടെ നിന്ന് കൈ കാണിക്കണ കണ്ടു. അങ്ങനെ തിരിച്ചു വന്ന് ഇയാളെ കേട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. കഴിഞ്ഞ മാസം ഇറങ്ങിയ അല്ലിർഫാദ് മാസികയിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇച്ചമസ്താനെ കുറിച്ച് പറയുന്നത്. ആ ഇച്ചമസ്താൻ എന്തോ മസ്തളകിയിട്ട് പാടി പോലും ചേലാമലയില്ല മലിഫ് മീ മുറച്ചെന്നൊക്കെ പറഞ്ഞ് പാടി പോലും. അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് അത് പാടിയതിന്റെ പേരിലാണ്
ഇന്ന് ചേരാമലയിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസത്തെ അൽ-ഇർഫാദ് എന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നു ഇങ്ങനെ ഇവരുടെ ഔലിയാക്കന്മാരുടെ കഥകളൊക്കെ എങ്ങനെയാണ്. പിന്നെ നമ്മളെ പോലത്തെ ആൾക്കാര് മാനസരോഗി, അതേപോലെ മനോനില തെറ്റിയാളെന്നൊന്നും പറയരുത്, ജദ്ബിന്റെ ഹാലിളകിയ ആളെന്ന് പറയണം. പിരാന്തൻ എന്ന് വിളിക്കരുത്, മസ്താൻ വിളിച്ച കുഴപ്പമില്ല, പിരാന്തൻ വിളിക്കണം. ഇതൊക്കെയാണ് ഇവരുടെ ഔലിയാക്കന്മാരുടെ കഥ. എന്നാ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വന്തം ഉസ്താദിനെ കുറിച്ച് കാഫിറായി പ്രഖ്യാപിച്ചു. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞു തന്നെ കൂട്ടിക്കോ. മനോനില തെറ്റിയിട്ട് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് മൈക്ക് കെട്ടി പറയാൻ ഇയാൾക്ക് ലജ്ജയില്ലേ? അപ്പോ സ്വന്തം നേതാക്കന്മാര് മറ്റുള്ളവരെ കാഫിറാക്കിയതിന്റെ വ്യക്തമായ മറുപടി സമൂഹത്തിനോട് കൊടുക്ക്. എന്നിട്ട് ആ ആരോപണം മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു നടക്ക്. അലവി മുസ്ലിയാരെ. പിന്നെ മുസ്ലിയാര് പറഞ്ഞു പോയ ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. സറഹുൽ അഖായിദ എന്നൊരു ഗ്രന്ഥമുണ്ട്. സറഹുൽ അഖായിദ എന്നാല് നമ്മുടെ ഇവിടെയുള്ള സുന്നികളുടെ ഇടയിൽ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. ആ സറഹുൽ അഖായിദയിൽ പറയുന്നുണ്ട്, ഞാനിപ്പോ ഒരാളെ കാഫിറെ എന്ന് വിളിച്ചൊരു മുസ്ലിമായ മനുഷ്യനെ കാഫിറെ എന്ന് വിളിച്ചു. അയാൾ കാഫിറല്ല എങ്കിൽ ആ വിധി എന്നിലേക്ക് മടങ്ങി വരും. ഇനി ആരാ കാഫിറെന്ന് ഇവരങ്ങോട്ട് വിധി എഴുതട്ടെ. പിന്നെ ഇവിടെ പറഞ്ഞു പോയ മറ്റൊരു രംഗം, KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണക്കാരനായി പ്രഖ്യാപിച്ചു എന്ന് വരുന്ന കുറെ ആശയങ്ങളുടെ പറയുകയുണ്ടായി. ആ ആശയം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. നബിയെ സാധാരണക്കാരനാക്കി ചിത്രീകരിച്ചത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശത്തരം പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സാധാരണക്കാരനാണെന്നും പ്രവാചകൻ മോശക്കാരനാണെന്നും പറയാൻ വേണ്ടി, സ്വന്തം നാവ് കൊണ്ട് ഉച്ചരിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽ ആരോപണം കെട്ടിവെക്കുന്ന ഈ മുസ്ലിയാരുടെ ആ ആരോപണം ഒന്ന് വ്യക്തമായി നിങ്ങളൊന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസത്തിലും വലിയ അപരാധം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പ്രമാണത്തിന്റെ പിൻബലത്തോടെ പറയുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് നമുക്കറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ്. സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ് മുജാഹിദുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ലേ, മുജാഹിദിന്റെ വലിയ നേതാവ് MM അക്ബർ മൗലവി എന്ന് പറയുന്ന മൗലവി അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ആരംഭ റസൂലുള്ളാഹി കേവലം ഒരു സാധാരണ അറബി പയ്യനാകുന്നു. നിങ്ങൾ കേട്ടോളൂ, അക്ബർ മൗലവി തന്നെ പറയട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യനാണത്രേ ആരംഭ റസൂലുള്ളാഹി. 40 വയസ്സെത്തുന്നതിന് മുമ്പ് തന്നെ, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് വരെ റസൂലുള്ള ഒരു അറബി പയ്യനായിരുന്നു എന്നാ പറയുന്നത്. നുബുവത്തിന് ശേഷവും സാധാരണ മനുഷ്യനാണെന്ന് മുജാഹിദ് എഴുതിയതിന്റെ കയ്യിലുണ്ട്. മുജാഹിദുകൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് എന്തറിയാം? പക്ഷെ നിങ്ങളറിയാത്ത പല കാര്യം നമുക്കറിയാം. നബി നിങ്ങൾ പറഞ്ഞു പരത്തുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവരുടെ തഫ്സീറിൽ തന്നെയുണ്ട്. ഇവരെ ദർസുകളിൽ പഠിപ്പിക്കുന്ന തഫ്സീറുകളിൽ പറയുന്നുണ്ട്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വളർത്തു മകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പ്രേമിച്ചിരുന്നു എന്ന് ഇവരുടെ തഫ്സീറുകളിൽ പഠിപ്പിക്കുന്നു. ആ തഫ്സീറുകളെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിക്കുക. ആ ഗ്രന്ഥങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിൽ ആ പ്രേമിച്ചിരുന്നു എന്ന സ്വഭാവത്തെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ഇടയിലും ക്രൈസ്തവരുടെ ഇടയിലും ദീനീ ദഅവത്തുമായിട്ട് ഇറങ്ങി ചിരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് MM അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബി പയ്യൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഇത്രയും വലിയ അപരാധം. ഈ സഫീഹിന് എന്തറിയാം? ഇയാള് അറബി പയ്യൻ എന്ന് വിളിച്ചാൽ അത് വലിയ അപരാധമായി കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ ആ അപരാധം പറഞ്ഞ ആളെ കുറിച്ച്
ഈ മുസ്ലിയാര് പറയുന്ന ഒരു വാക്കുകൂടെ കേൾക്കുക. അയാൾ ആരാണെന്ന് പറയുന്നത് ഒന്ന് കേൾക്കുക. നാക്കാലികൾക്കറിയാം അള്ളാഹുവിന്റെ റസൂല് കേവലം സാധാരണ മനുഷ്യനല്ല. ആ നാക്കാലികളുടെ വിവരവും പോലില്ലാത്ത, ആ വിവരം പോലുമില്ലാത്ത ഇരുകാലി വർഗമാണ് ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് കേവലം അറബി പയ്യനാണ്. നാൽക്കാലി മൃഗങ്ങളുടെ അറിവ് പോലും ഇല്ലാത്ത ഇരുകാലി മൃഗമാണ് നബിയെ കുറിച്ച് സാധാരണക്കാരൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു മൗലിയെ കുറിച്ച് മൂപ്പര് പറയുന്നുണ്ട്. മൂപ്പര് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. ആ മൗലിയോ ഒന്ന് കാണുന്നത് കഴിഞ്ഞില്ല. മറ്റൊരു മൗലവി പറയുന്നത് കേട്ടോളൂ. മുഹമ്മദ് എന്ന കുഞ്ഞൻ വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള ജൂത പണ്ഡിതന്മാര് ഏകകണ്ഠമായി പറഞ്ഞു, ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ്. മുഹമ്മദ് എന്ന കുഞ്ഞൻ വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള ജൂത പണ്ഡിതന്മാര് ഏകകണ്ഠമായി പറഞ്ഞു, ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ്. അപ്പോ എം അക്ബർ സാഹിബ് കുഞ്ഞാൻ പറഞ്ഞില്ല, പയ്യനെ പറഞ്ഞു. ഈ പറയപ്പെട്ട നാൽക്കാലി മൃഗങ്ങളെക്കാൾ വിവരമില്ലാത്ത ഇരുകാലി മൃഗം മറ്റൊരു മൗലവി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് മൂപ്പര് കാണിച്ച ആളെ കണ്ടില്ലേ? മൂപ്പര് പറഞ്ഞ എന്താ? കുഞ്ഞൻ എന്ന്. മുഹമ്മദ് നബിയെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം കുഞ്ഞൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം കുഞ്ഞൻ എന്ന് പറഞ്ഞ പ്രവാചകൻ ആരൊക്കെയാണെന്ന് നോക്ക്. ആ കുഞ്ഞൻ സംസാരിച്ചു, ഈസാ നബി എന്ന കുഞ്ഞൻ. ആ കുഞ്ഞൻ സംസാരിച്ചു, ഈസാ നബി എന്ന കുഞ്ഞൻ. ആ കുഞ്ഞൻ സംസാരിച്ചു, ഈസാ നബി എന്ന കുഞ്ഞൻ. ഇന്നി അബ്ദുല്ലാഹി ആതാനിൽ കിതാബ വജഅലനി നബിയ്യ. പ്രസവിച്ച അന്ന് ലോകത്തൊരാളും അങ്ങനെ. കുഞ്ഞൻ മുഹമ്മദ് നബി മാത്രമല്ല ഇവരുടെ അടുക്കല് ഈസാ നബിയും കുഞ്ഞനാണ്. അപ്പോ കേവലം മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന പദപ്രയോഗങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകനെ സാധാരണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ ഇവര് തന്നെ വേദികൾ മുഴുവനും നമ്മൾ മുമ്പ് പറഞ്ഞ KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ക്ലിപ്പിട്ടിട്ട് വളരെ മോശമായി പറയുന്നുണ്ട്. KV അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നത് എന്താ? സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളും സമൂഹത്തിനുള്ളിലുള്ള മലീമസമായ ചിന്താഗതികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആശയത്തെ വളച്ചൊടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ വാക്കുകൾ കൊണ്ട് തരം താഴ്ത്തി കണ്ട ആളുകൾ ഇവിടെയുള്ള സുന്നി പ്രസ്ഥാനം, സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകളാണ്. അതിന് വ്യക്തമായ തെളിവ് ഞാൻ കാണിച്ചു തരാം. ആദ്യം KV പറഞ്ഞതിന്റെ പൂർണ്ണ രൂപം നിങ്ങളൊന്ന് കാണുക. അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും, ഉദാഹരണം പറഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ഒരു അംശം, ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്കെന്താന്ന് അറിഞ്ഞൂടാ, ഒരു പ്രയാസം, ശിർക്കാണ്. എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വല്ലാത്ത പ്രയാസം. മറ്റേ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വലിയ സന്തോഷം. ഇതില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പം വലിയ മുജാഹിദായെന്ന് പറഞ്ഞ ഉദ്ദേശങ്ങളുണ്ടല്ലോ, വലിയ മുജാഹിദാണ് ഇപ്പൊ നമുക്കുണ്ടോ ഈ വിശ്വാസം? ഉണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂലോകത്തുള്ള ജനനം തന്നെ ആ വിശ്വാസത്തിന്റെ വേരിന് കോടാലി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറന്നു വീണത്, അല്ലേ? പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്ക് നോക്കട്ടെ, ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം ഇവ ഉണ്ടായ. നോക്ക് എന്താ KV പറഞ്ഞതിന്റെ ആശയം. അതായത് സമൂഹത്തിലുള്ള അന്ധവിശ്വാസം ഇപ്രകാരമാണ്. അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിന്റെ ചിന്താഗതിയുടെ വേര് പോലും അറുത്തു കളഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ പൂജാതനാകുന്നത്. നബിയെ കുറിച്ചല്ല പറയുന്നത്, നമ്മളുടെ ചിന്താഗതിയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ടോ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അഭിനവ മുസ്ലിയാർ. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. പിന്നെ ഒന്നുകൂടി ഞാൻ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
കള്ളം പറയുന്നവനാണെന്നും ദജ്ജാലാണെന്നും പറയുന്നത് ഞങ്ങളല്ല, അത് മുജാഹിദുകളാണ്. ഇടയ്ക്ക് മൗലവി എന്ന് വരണല്ലോ, നമ്മൾ മാത്രം പണിയെടുത്താ പോരാ, മൗലവിക്ക് ഒരു ചെറിയ പണി കൊടുക്കണല്ലോ. അതുകൊണ്ട് മുജാഹിദുകളുടെ നേതാവായ കെ.ബി. അബ്ദുൽ ലത്തീഫ് മൗലവി അയാൾ പറയുന്നു, അള്ളാന്റെ റസൂല്, നിങ്ങൾ ഈ റസൂലുള്ളാ എന്നല്ല പറയാ, ശരിക്ക് റസൂലുള്ളാ എന്നല്ല നിങ്ങൾ പറയാ. നബിതങ്ങളെ കഥ അറിഞ്ഞ ഏറ്റവും കുരുത്തം കെട്ട ആളാണ് നബിതങ്ങൾ ഞങ്ങൾ പറയാ. മാത്രല്ല ശരിക്ക് പറയാൻ ഈ ദജ്ജാലാന്ന് പറയേണ്ടി വരും എന്നുവരെ കേരളത്തിലെ മുജാഹിദുകൾ പ്രസംഗിച്ചു. അവരെയാണ് റസൂലുള്ളാഹിനെ ഇകഴ്ത്തിയവർ. എന്റെ ഭാഷയിലല്ല, പറയട്ടെ കെ.ബി. അബ്ദുൽ ലത്തീഫ് മൗലവി തന്നെ. അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ് നബിയെ പറ്റി. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊരിയപ്പോഴേക്കും തന്ന തീർച്ചയായി സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് കടന്നു. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊഴിലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാല ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ആളില്ലേ. നമ്മൾ നോക്കിയിട്ട് ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവൻ ആ ദജ്ജാലുണ്ടല്ലോ, ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം ഇവൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വയറ്റിൽ ഊറിയപ്പോഴേക്ക് പിതാവ് തെറിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞങ്ങളെപ്പോഴും സത്യമായ വാക്കല്ലാതെ അവിടത്തെ സ്ഥാനത്തിന് നിരക്കാത്ത ഒറ്റ വാക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ ക്ലിപ്പുകൾ ഇട്ടിട്ട് അള്ളാന്റെ പ്രവാചകനെ ദജ്ജാൽ എന്ന് വിളിക്കാൻ ഇവർക്ക് പൂതിയുണ്ട്. ആ പൂതി തീർക്കല്ലേ ചെയ്യണത്? ഉളുപ്പില്ലാത്ത കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ള ഇത്തരത്തിലുള്ള വർഗങ്ങളല്ലേ ഈ സമൂഹത്തില് അള്ളാഹുവിന്റെ പ്രവാചകനെ തരം താഴ്ത്തി കാണിച്ചത്. എന്നിട്ട് മുസ്ലിമീങ്ങൾ നെഞ്ചിലേറ്റിയ കാരുണ്യത്തിന്റെ തിരുദൂതനെ കുറിച്ച് നമ്മൾ മോശത്തരം പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. കേവി പറഞ്ഞ ഭാഷ എന്താ? ദജ്ജാൽ എന്ന് വിളിച്ചത് നബിയാണോ? അല്ല. നമ്മുടെ നാട്ടിലൊരു കുട്ടി ജനിച്ചാല് നമ്മുടെ പിതാവ്, ചില ആളുകളുടെ രക്ഷകർത്താക്കൾ പറയാറുണ്ടല്ലോ, ആ കുട്ടി ഉണ്ടായതിനു ശേഷമാണ് കുറച്ചൊക്കെ ബർക്കത്തും റഹ്മത്തൊക്കെ ഉണ്ടായത്, ഈ കടയൊക്കെ ഉണ്ടായത് ആ കുട്ടി ഉണ്ടായതിനു ശേഷം. പക്ഷേ ആ മൂത്ത ദജ്ജാലുണ്ടല്ലോ, ഓരുണ്ടായതിനു ശേഷം ഒരു ബർക്കത്തും ഉണ്ടായിട്ടില്ല, ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനെ ഇദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ ആ ദജ്ജാൽ എന്ന പ്രയോഗത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം ആരോപിച്ചു, മുജാഹിദ് പ്രസ്ഥാനം പ്രയോഗിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ മുസ്ലിയാർ നടക്കുകയാണ്. കേവി ഉപയോഗിച്ച ആ വാക്ക് ഒന്നും കൂടെ നിങ്ങളൊന്ന് കേട്ടു. നമ്മൾക്ക് നോക്കട്ടെ, ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവൻ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം ഇവണ്ട. നമ്മൾക്ക് നോക്കട്ടെ, ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവൻ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം ഇവണ്ട. നമ്മൾക്ക് നോക്കട്ടെ, ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവൻ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം ഇവണ്ട. ആ ആശയത്തെ എടുത്ത് വളച്ചൊടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലാണെന്ന് പറഞ്ഞത് കള്ളത്തരം പറയുന്നത്. മാത്രല്ല ശരിക്ക് പറയാൻ ഈ ദജ്ജാലാന്ന് പറയേണ്ടി വരും എന്നുവരെ കേരളത്തിലെ മുജാഹിദുകൾ പ്രസംഗിച്ചു. എവിടെ പ്രസംഗിച്ചു? പ്രിയപ്പെട്ട മുസ്ലിയാരെ, ഒന്ന് തെളിയിച്ചു തരണം. അലവിയുടെ കൂട്ടത്തിൽപ്പെട്ട വർഗമല്ല ഇത്. അലവി ഒന്ന് തെളിയിക്ക്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്ഥാനത്തിന് ചേരാത്ത ഏതെങ്കിലും പദപ്രയോഗം എവിടെയെങ്കിലും നടത്തിയതായിട്ട് ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർക്ക് എവിടെയെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറവില് 4 ചീത്ത പ്രവാചകന്റെ പേരിൽ ഇവർക്ക് പറയണം. അതിന് അവരുപയോഗിച്ച ഒരു തന്ത്രമാണ്. എന്നാലോ
നമ്മൾ പ്രവാചകനെ അല്ലാഹു തആല അഭിസംബോധന ചെയ്യാൻ കൽപ്പിച്ച സഹാബത്ത് അഭിസംബോധന ചെയ്ത ആ നിലയിലല്ലാതെ നാം ഒരിക്കലും പ്രവാചകനെ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടുത്തെ വലിയ ഷെയ്ഖിന്റെ മോൻ പ്രവാചകനെ വിളിക്കണ പേരൊന്ന് കണ്ടേ. കഴിഞ്ഞില്ല. മറ്റൊരു മൗലവി പറയുന്നത് കേട്ടോളൂ. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ? പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണ്. ഇനി നിങ്ങൾ അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. പുത്തൻവാദികൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ? ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ഈ വിശ്വാസത്തോടെ ജീവിച്ചു മരിച്ച മുസ്ലിമായി മരിക്കാമോ? ഈമാനോടെ മരിക്കാമോ? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. അല്ലാഹു പോലും വളരെ ബഹുമാനപൂർവം വിളിച്ചുകൊണ്ട് ഖുർആനിൽ അഭിസംബോധന ചെയ്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഈ മുസ്ലിയാര് പറയുന്നത്. പാരമ്പര്യം അവര് കാണിക്കൂലോ, കാരണം ഇതിന്റെ മൂത്താളാരെന്ന് നമുക്കറിയാലോ. ആ പാരമ്പര്യം കാണിക്കൂലോ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ നീ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്തരം സഫാഹത്ത്, ഇത്തരം മണ്ടത്തരം ഈ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് കെട്ടി പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ ഉണ്ടാക്കിയ ആരോപണമാണ്. മുജാഹിദ് പ്രസ്ഥാനം നബിയെ സാധാരണക്കാരനാക്കി പോയി. പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അലവി സഖാഫിയോട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിനോട് എനിക്കൊരു സ്നേഹമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിർത്താൻ പോവാ. അതിന്റെ കാരണം, ഞാൻ ഏകദേശം ഒരു 7 വർഷത്തിന്റെ ഇപ്പുറത്തേക്കായി ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പല വിഷയങ്ങളും എനിക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞു. പല വിഷയങ്ങളെക്കുറിച്ചും സംശയ നിവാരണം നടത്തി. എന്നാലും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ മൗലൂദ് കിതാബ് ഇത് നമ്മുടെ പൂർവികരായ ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു കിതാബല്ലേ? ഇതെങ്ങനെയാ തള്ളുക? ഈ സാധനം എടുത്തു മാറ്റണമെങ്കിൽ പ്രയാസമാണല്ലോ. കാരണം നമ്മുടെ ഉസ്താദുമാരും അതേപോലെയുള്ള വലിയ വലിയ ആളുകളെന്ന് പറയപ്പെടുന്ന ആൾക്കാരൊക്കെ ഇത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാ നമ്മൾ തള്ളുക എന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് വല്ലപ്പുഴേന്ന് ഒരു സംവാദ ചർച്ചയുടെ CD അല്ലേ അത് കിട്ടിയപ്പോൾ, ആരെങ്കിലും ഒരു മാതൃക കാണിച്ചാൽ ഇത് തള്ളിയതായിട്ട് അത് കിട്ടിയപ്പോൾ ആ CD-യിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അലവി സഖാഫി പറയുന്നുണ്ട്, ഇതിലുള്ള ഒന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല, ജനങ്ങളോട് അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതൊന്ന് വ്യക്തമായി നിങ്ങളൊന്ന് ആദ്യം കാണും. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. നിങ്ങൾ ആരും വിശ്വസിക്കരുത് ജനങ്ങളെ. ഒന്നും കൂടെ പറഞ്ഞു അദ്ദേഹം, ഇതിലുള്ളത് മുഴുവനും സത്യമാണെന്ന്. അപ്പൊ തള്ളിയപ്പോ ധൈര്യം ഒരാളുണ്ടല്ലോ, തള്ളിയില്ലോ. അൽഹംദുലില്ലാ അത് തള്ളിക്കിട്ടി. തള്ളിയതിനു ശേഷം മൂപ്പർ അംഗീകരിക്കുന്ന മറ്റൊരു മൗലൂദാണ് ഈ മർക്കസിന്ന് കൊണ്ടുവന്ന ഈ വക മൗലൂദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഈ 2 മൗലൂദ് കിതാബും കൊണ്ടുവന്നത് നിങ്ങളോടൊന്ന് മനസ്സിലാക്കി തരാനാണ്. നിങ്ങളുടെ ഇവിടെ സുന്നി പള്ളി ഉണ്ടല്ലോ, ആ സുന്നി പള്ളികളിലോ അല്ലെങ്കിൽ സുന്നികളുടെ വീടുകളിലോ പോയി നോക്ക്. അവിടെ ഈ മൗലൂദ് കിതാബാണോ ഉള്ളത് നോക്ക്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള മൗലൂദ് കിതാബാണത്. ഇതാണ് അലവി തള്ളിയത്. എന്നിട്ട് തള്ളിയ മൗലൂദ് കിതാബ് അത് തള്ളിയിട്ടില്ല എന്ന്
ആ തൊലിക്കെട്ടിയുള്ള സാധനം വിശദീകരിക്കണമെന്ന് കാണുന്നു. ആ തൊലിക്കെട്ടിയുള്ള സാധനം വിശദീകരിക്കണമെന്ന് കാണുന്നു. സെബീരയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക. അത്രയും ഞങ്ങൾ പറഞ്ഞു. തള്ളിയിട്ടില്ല. മറ്റാള് തള്ളണത് നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. ഇനി തള്ളുന്നതും തള്ളിയിട്ടില്ല എന്ന് പറയുന്നതും ഒരുമിച്ചൊന്ന് കണ്ടു നോക്കിയാ നിങ്ങൾ. സെബീരയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക. അത്രയും ഞങ്ങൾ പറഞ്ഞു. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സെബീരയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക. അത്രയും ഞങ്ങൾ പറഞ്ഞു. അത് ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സെബീരയിലുള്ള മൗലിദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക. നേരത്തെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് വന്നിട്ട് പ്രസംഗിച്ചൂടെ? എന്നാ പിന്നെ ഇങ്ങനെ മാനം കെടാൻ നിൽക്കണ. ഇനിയെങ്കിലും ഒന്ന് തീരുമാനത്തിലെത്തുക. അഹ്സനി സഖാഫി തള്ളിയോ ഇല്ലയോ എന്നിട്ടൊന്ന് പ്രഖ്യാപിക്കും. അതല്ലാതെ ഇതേപോലെ വേദികളിൽ മാനം കെടാൻ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് തള്ളിയില്ല. ഇപ്പോഴും തീരുമാനത്തിലെത്തിയിട്ടില്ല. തള്ളി എന്ന കാര്യം ഉറപ്പാണ്. ആ തള്ളി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അത് പ്രകാരം അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഒന്നുകൂടെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന ഈ ആളുകൾ, അവർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവും അവരുടെ പ്രാമാണികതയും ചോദ്യം ചെയ്യുമ്പോൾ ഒരു വേള കൂടി ചിന്തിച്ചിട്ട് ഇനി ചോദ്യം ചെയ്യാൻ വരാവൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മുസ്ലിയാക്കന്മാരെന്ന് പറയുന്ന ഈ വിഭാഗം ആളുകൾ ഈ സമൂഹത്തിനെ എവിടം വരെ എത്തിച്ചെന്നറിയാമോ? ഇങ്ങനെ മൗലൂദ് കിതാബ് തള്ളിയും കൊണ്ടും മാല പാടിയും കേട്ടും ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പോൾ വ്യാപകമായ ഒരു പ്രചാരണമുണ്ട്. വ്യാപകമായ ഒരു ബിദ്അത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ബിദ്അത്ത്? മുമ്പ് കാലങ്ങളിലൊന്നും നമ്മൾ കേട്ട് ശീലമില്ലാത്തൊരു സംഭവമാണ് ബുറുദ ആസ്വാദന സദസ്സ്. ഞാൻ ഇത് കൂടെ പറഞ്ഞു നിർത്തുക. ബുറുദ ആസ്വാദന സദസ്സ് കേട്ടിട്ടില്ലേ? ഇന്നിപ്പോ ഞാൻ നാട്ടിൽ നിന്നിട്ട് വരുമ്പോ എത്രയോ സ്ഥലങ്ങളിൽ എന്റെ പോസ്റ്ററുകളുണ്ട്, ബുറുദ ആസ്വാദന സദസ്സ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ബുറുദ ആസ്വാദന സദസ്സ് ഇവർക്ക് എവിടുന്നാ ഉണ്ടായിരുന്നു? ഇത് ഏത് പ്രമാണമായി ഇവരെ സ്ഥിരപ്പെടുത്തി കൊടുത്തത്? 6-ാം നൂറ്റാണ്ടിന്റെയും 7-ാം നൂറ്റാണ്ടിന്റെയും ഇടയിൽ ജീവിച്ചിരുന്ന ബൂസിരി എന്ന പേരിൽ അറിയപ്പെടുന്ന, അദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ട കാരണത്താൽ അക്കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഒരു കാവ്യമാണ് ബുറുദ. ആ ബുറുദയ്ക്ക് ഖുർആനിന് പോലും കൊടുക്കാത്ത സ്ഥാനമാണ് ഇവിടെയുള്ള മുസ്ലിയാക്കന്മാര് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ഞാൻ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആനിന് പോലും കൊടുക്കാത്ത സ്ഥാനം ഈ പുസ്തകം ബുറുദയുടെ പരിഭാഷയാണ്. ബുറുദത്തുൽ ബൂസിരി എന്ന പേരിൽ പുളിയക്കോട് അബ്ദുൽ മജീദ് സഖാഫി എഴുതുകയും ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സിറാജുൽ ഹുദ അറബി കോളേജിന്റെ പ്രൊഫസറായ മുത്തലിബ് സഖാഫി പാറാട് അവതാരികയും എഴുതിയ ഈ പുസ്തകത്തില് ബുറുദയെ കുറിച്ച് പറയുന്നുണ്ട്. ബുറുദ ഓതുമ്പോൾ പാലിക്കേണ്ട മര്യാദയെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടെ ഞാനൊന്ന് വായിക്കുന്നത് വളരെ വിനയത്തോടുകൂടി നിങ്ങളൊന്ന് കേൾക്കുക. ബുറുദ ഓതുന്നതിന്റെ മര്യാദ. ബുറുദ പാരായണം ചെയ്യുമ്പോൾ ഒതു ഉണ്ടായിരിക്കണം, കിബിലക്ക് മുന്നിടണം, വാചകങ്ങളും ഏറാബുകളും ക്ലിത്തപ്പെടുത്തുന്നത് കണിശത പാലിക്കണം. വെറുതെ ഞങ്ങൾ മൗലായ ചെല്ലിയ പോരാ, കറക്റ്റായിട്ട് മഹ്റജുകളൊക്കെ ഉച്ചാരണങ്ങളൊക്കെ കറക്റ്റാക്കിക്കൊണ്ട് ചെല്ലണം. അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യുന്നത്. കാരണം ബുറുദയിൽ അടങ്ങിയിരിക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥം അറിയാതെയാകുമ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. പദ്യരൂപത്തിൽ ആലപിക്കുക, ഗദ്യരൂപത്തിൽ മതിയാവുകയില്ല. പാട്ടായിട്ട് പാടണം പറഞ്ഞാ പോരാ.
ബുറുദ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണം. ബുറുദയുടെ പാരമ്പര്യ വക്താക്കളായ ഷെയ്ഖുമാരിൽ നിന്നും പാരായണത്തിന്റെ ഇജാസത്ത് അനുമതി വാങ്ങിച്ചിരിക്കണം. 7-ാം നൂറ്റാണ്ടിന്റെയും 6-ാം നൂറ്റാണ്ടിന്റെയും ഇടയിൽ ജീവിച്ചിരുന്ന ഏതോ ഒരാൾ എഴുതിയുണ്ടാക്കിയ ഒരു കാവ്യത്തിന് ഇത്രയും ബഹുമാനം. എന്നാ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇവർ കൊടുക്കുന്ന ബഹുമാനം എന്താണെന്നറിയാമോ? അതുകൂടെ പറഞ്ഞേൽപ്പിക്കാം. ബുറുദയ്ക്ക് കൊടുത്ത ഈ ബഹുമാനം, ആ ബഹുമാനമാണോ ഖുർആന് കൊടുത്തിരിക്കുന്നത് നോക്കാം. നിങ്ങൾ കേൾക്കുക. ഇ.കെ. അസ്സമിസ്ലിയാർ എഴുതിയ തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന ഈ പുസ്തകം 16-ാമത്തെ പേജിൽ പറയുന്നു, ഖുർആനിൽ നിന്നും ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ല. ബുറുദയോ മനഃപ്പാഠമാക്കണം, അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെല്ലണം, ഇഅ്റാബുകളും മഖ്റജുകളും സൂക്ഷിച്ചു പറയണം. ഈ സമൂഹത്തിന് ബുറുദയാണോ ജനങ്ങൾക്ക് പഠിക്കേണ്ടത്, ഖുർആനാണോ പഠിക്കേണ്ടത്? അങ്ങനെ ഖുർആനിൽ നിന്നും ഈ സമൂഹത്തെ ബഹുദൂരമാക്കിക്കൊണ്ട് ഒരുപാട് കുപ്രചരണങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ അഴിച്ചുവിട്ടുകൊണ്ട് ഇവിടെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ. അവരോട് ഞാൻ വളരെ വിനയത്തോടുകൂടി പറയുകയാണ്, നിങ്ങൾ അല്പം കൂടെ കാര്യബോധം ഉള്ളവരാവുക, ഒരല്പം കൂടെ കാര്യബോധമുള്ളവരാവുക. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. ആ അറിവ് നിങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി വൽ കിതാബ് മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്. കിതാബിൽ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം ആ കാര്യങ്ങളെ, സന്മാർഗങ്ങളെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഉലൈക, അങ്ങനെയുള്ള ആളുകൾ യൽഅനുഹുമുല്ലാഹു, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, വയൽഅനുഹുമുൽ ലാഇനൂൻ, എല്ലാ ശപിക്കുന്നവരും അവരെ ശപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അല്ലാഹുവിന്റെയും ശപിക്കുന്നവരുടെയും ശാപങ്ങൾക്ക് പാത്രീഭൂതരാകാതെ ദീനിനെ കുറിച്ച്, ദീനിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം മരിച്ചു പോകേണ്ട ആളുകളാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നാം വികലമാക്കി ചിത്രീകരിച്ചാൽ അടുത്ത തലമുറയിലേക്ക് പോകുന്ന അടുത്ത തലമുറയും ആ വൈകല്യത്തോടു കൂടിയ ദീനിനെ സമീപിക്കുകയുള്ളൂ. അതുകൊണ്ട് സത്യം സത്യമായി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്കതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. റഹ്മാനായ നാഥാ, ഒരു യഥാർത്ഥ മുവഹിദായി ജീവിക്കാനും കലിമത്തു തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് മരിക്കാനുമുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് നീ തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണേ നാഥാ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.